സുഡാൻ 2011 വരെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം. 2500 വർഷത്തെ ചരിത്രം പേറുന്ന അതിപുരാതന രാജ്യം. വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, പടിഞ്ഞാറ് ചാഡ്, വടക്ക് ഈജിപ്റ്റ്, വടക്ക് കിഴക്ക് എറിത്രിയ, തെക്ക് കിഴക്ക് എത്യോപ്യ, വടക്കു പടിഞ്ഞാറ് ലിബിയ, തെക്ക് ദക്ഷിണ സുഡാൻ എന്നിവയോടും കിഴക്ക് ചെങ്കടലിനോടും അതിർത്തിയുള്ള രാജ്യം. 2024 കണക്കനുസരിച്ച് ഏകദേശം 50 ദശലക്ഷം ജനസംഖ്യ. അറബ് ലീഗിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യം. തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും ഖാർത്തുമാണ്. 97% സുന്നി ഇസ്ലാം മത വിശ്വാസികൾ ഉള്ള രാജ്യം. ആ രാജ്യം ഇന്ന് ഒരു വർഷം പിന്നിട്ട ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ 1.8 കോടി പേർ ഉള്ള രാജ്യം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ ദശലക്ഷം പട്ടിണി മരണത്തിൻ്റെ വക്കിലാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. യുദ്ധ ദുരന്തത്തിൻ്റെ മറ്റൊരു ആഗോള ചിത്രമായി മാറുകയാണ്. 1.8 കോടി പേരാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ സുഡാനിൽ നരകയാതന അനുഭവിക്കുന്നത്. 36 ലക്ഷം കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു. കലാപത്തിൽ ഇതുവരെ 15,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് രാജ്യാന്തര ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. എന്തിന് ഈ യുദ്ധം? രാജ്യത്തെ സർക്കാർ സൈന്യവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും തമ്മിൽ 2023 ഏപ്രിലിൽ തലസ്ഥാന നഗരമായ ഖാർത്തൂമിലാണ് കലാപം ആരംഭിച്ചത്. പിന്നീട് വളരെ വേഗം രാജ്യം മുഴുവൻ വ്യാപിച്ചു. സംഘട്ടനം രൂക്ഷമായതോടെ ദശലക്ഷക്കണക്കിന് സുഡാൻകാർ പലായനം ചെയ്യേണ്ടി വന്നു. ആഭ്യന്തര അഭയാർത്ഥികളുടെ എണ്ണം ലോകത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് സുഡാൻ. 1 കോടി പേർ. 20 ലക്ഷം പേർ അയൽ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു. സുഡാൻ ജനസംഖ്യയുടെ 5% മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടുന്നതെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യാന്തര സമൂഹത്തിൻ്റെ ഇടപെടൽ ഉടൻ ഉണ്ടായില്ലെങ്കിൽ വരും മാസങ്ങളിൽ ഭക്ഷണം കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഡാർഫൻ പ്രവിശ്യയിലെ 3 ലക്ഷം പേർ അഭയം തേടിയ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ദിവസവും 13 കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങളാലും മറ്റും മരിക്കുന്നതായാണ് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന സന്നദ്ധ സംഘടന വ്യക്തമാക്കിയത്. 2021 പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദുക്കിനെ പുറത്താക്കിയ സൈനിക അട്ടിമറിക്ക് ശേഷം 2 ജനറൽമാരുടെ നേതൃത്വത്തിലാണ് സുഡാൻ്റെ ഭരണം. സൈനിക മേധാവി ജനറൽ അബ്ദൽ ഹത്താഫ് ബുർഹാനാണ് ഫലത്തിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ എതിരാളിയും RSFൻ്റെ മേധാവിയുമായ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ ആണ് രണ്ടാമത്തെ അധികാര കേന്ദ്രം. 1 ലക്ഷം അംഗങ്ങളുള്ള RSFനെ സൈന്യത്തിൽ ലയിപ്പിക്കാനുള്ള നീക്കവും ആരാകും പുതിയ സേനയെ നയിക്കുകയെന്ന ചോദ്യവുമാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണം. ഡാർഫറിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്താനായി ജനറൽ ദഗാലോ 2013 RSFന് രൂപം നൽകിയത്. പിന്നീട് നടന്ന സംഘർഷങ്ങളിലെല്ലാം ഈ അർദ്ധസൈന്യം വംശഹത്യവും ബലാത്സംഗവും ഉൾപ്പെടെ ക്രൂരകൃത്യങ്ങൾ ചെയ്തിരുന്നതായി ആരോപണമുണ്ട്. 5 കോടി ജനസംഖ്യയുള്ള സുഡാൻ ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിനു ശേഷം 2011 ദക്ഷിണ സുഡാൻ സുഡാനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രാജ്യമായത്. ബ്രിട്ടൻ്റെയും ഈജിപ്തിൻ്റെയും സംയുക്ത ആധിപത്യത്തിൽ നിന്ന് 1956 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്നോളം വിവിധ തരത്തിലുള്ള കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും പിടിയിൽ നിന്ന് സുഡാൻ മുക്തമായിട്ടില്ല. പൂർണ്ണതോതിൽ ജനാധിപത്യം നിലവിൽ വന്നിട്ടില്ലാത്ത രാജ്യവുമാണ് സുഡാൻ ഇന്ന്.